ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ യൂട്യൂബ് ചാനലിൽ ഒരു കുട്ടി സബ്സ്ക്രൈബർ കുറേ നാൾ മുന്നേ സ്റ്റിക്കർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ കരുതി എന്തായാലും ചെയ്യാം. ഇപ്പോൾ ആൾ തന്നെ മറന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ചോദിച്ചിട്ട് കുറേ നാളായി, ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചോദിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ചെയ്തേക്കാമെന്ന് കരുതി. സ്റ്റിക്കർ ഉണ്ടാക്കാൻ വലിയ ഐഡിയ ഒന്നുമില്ല, എങ്കിലും ട്രൈ ചെയ്ത് നോക്കാം, സിമ്പിളല്ലേ. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ പോയി കുറച്ച് പിക്ചേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതുപോലെ വരച്ചെടുത്ത് കേട്ടോ, കുറച്ച് കളറൊക്കെ ചെയ്തെടുത്ത് പിന്നെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, വേറൊരു രീതിയിൽ സ്റ്റിക്കർ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ക്ലിയർ ടേപ്പ് എടുത്തിട്ട് എല്ലാം ഞാൻ പുറകെ വശത്തോട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ സ്റ്റിക്കേഴ്സും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ട് ഇതെല്ലാം അതിലോട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പേപ്പർ എന്ന് പറയുമ്പോൾ നോർമൽ പേപ്പർ അല്ല, കുറച്ച് ഗ്ലോസി ആയിട്ടിരിക്കുന്ന സ്റ്റിക്കറൊക്കെ ലൈക്ക് ടേപ്പ് ഊരി എടുക്കാൻ പറ്റുന്ന ഇതുപോലുള്ളൊരു പേപ്പറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാ സ്റ്റിക്കേഴ്സും ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതൊക്കെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ നമ്മളത് ഒട്ടിക്കുന്നത്. ഈ പേപ്പർ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് ഇതിൽ നിന്ന് ഊരിപ്പോരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഇളക്കിയെടുക്കാനൊക്കെ ഭയങ്കര എളുപ്പത്തിൽ പറ്റി. അപ്പോൾ ഞാൻ എല്ലാം ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർ ഈസി ആയിട്ടാണ് അത് ഇളക്കി വരുന്നത് കേട്ടോ. നല്ല രസമുണ്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക്. പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ ഞാൻ ഇതുപോലെ പശ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യട്ടോ. നമ്മൾ പിന്നീട് അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.